ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഈദിൻ്റെ ഒരു വ്ളോഗാണ്. ആക്ച്വലി വ്ളോഗ് ഇടാൻ ഞാൻ നല്ല ലേറ്റായി. അപ്പോൾ ഈദ് കഴിഞ്ഞപ്പോൾ എത്ര ദിവസമായി? 3-ാമത്തെ ദിവസമൊക്കെ ആയില്ലേ. സോറി ഗൈസ്, ഞാൻ നല്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റായിപ്പോയി. അപ്പോൾ ഇത് ഈദിന് തലേന്നെടുത്ത വ്ളോഗാണ് കേട്ടോ. സത്യം പറഞ്ഞതൊരു തട്ടിക്കൂട്ട് വ്ളോഗാണ്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഇങ്ങനെ വിചാരിച്ചു ഓക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇടാം, മേ ബി നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ രസം ഉണ്ടാവുമല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഒരു സ്പെഷ്യൽ ഈദ് വ്ളോഗാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഈദ് ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ള ഫസ്റ്റ് ഈദ്. എനിക്ക് മോനെ അങ്ങനെ അന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞത് രാവിലെ എണീപ്പിക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ അങ്ങനെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റലൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇതാ പള്ളിയിൽ പോവാണ്. അപ്പോൾ ഇതാ ഒരാൾ ഇവിടെ നിന്നിട്ട് അവർക്ക് അവരെ കൂടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവർ പള്ളിയിൽ പോയതിന് ശേഷം ഞാൻ മാറ്റാൻ വേണ്ടി പോയിട്ടോ. ഇക്ക് വന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണമായിരുമ്പോഴേക്കും ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തു. പിന്നെ ഇത് കണ്ടോ, ഇത് ഞങ്ങൾ വെറുംചോറാണ് പെരുന്നാൾക്ക് ഉണ്ടാക്കിയത്. നോമ്പായിട്ട് കുറേ ദിവസം അടുപ്പിച്ച് നമ്മൾ ബിരിയാണിയും ഇതൊക്കെയല്ലേ കഴിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ആർക്കും അതൊന്നും കഴിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുമല്ല ഇവിടെ 2ാം പെരുന്നാളിനാണ് എല്ലാവരും ബിരിയാണിയൊക്കെ വെക്കുക. അന്ന് തറവാട്ടിലാവും കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് കണ്ടില്ലേ, ഒരാളെ നല്ലൊരു വിയേർഡ് കോമ്പിനേഷനാണ് ഈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണേ. മിക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാം കൊണ്ട് ചുരുട്ടി കളയുക. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. ഗൈസ് എന്ത് ഈ ഗൈസ് പറയണോ, ഞങ്ങളിവിടെ വീട്ടിലെത്തി. എൻ്റെ വീട്ടിൽ പക്ഷേ മമ്മിയും പപ്പയും ഞങ്ങളെ പൂട്ടിട്ട് പോയി. കണ്ടോ, ആരുമില്ല ഇവിടെ. എന്ത് സംഭവം ഉണ്ടായത് വെച്ചാൽ ഞങ്ങൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവർ അപ്പാപ്പാൻ്റെ വീട്ടിലേക്ക് പോയതാട്ടോ, അതായത് തറവാട്ടിക്ക് പോയതാണ്. പിന്നെ ഞങ്ങൾ എന്താരും ഇല്ലല്ലോ, അവിടെ നിന്ന് കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വ്ളോഗാട്ടോ, അതായത് 2ാം പെരുന്നാൾക്ക് ഞങ്ങളെല്ലാവരും കൂടെ തറവാട്ടിൽ കൂടിയ വ്ളോഗാണ്. ഞാൻ പറഞ്ഞില്ലേ 2ാം പെരുന്നാൾക്കാണ് ഇവിടെ ശരിക്കും പെരുന്നാൾ എല്ലാവരും ആഘോഷിക്കാറ്. അന്ന് അവിടെ പൂരമുണ്ടായിരുന്നു, അതായത് അമ്പലപ്പാറ പൂരമുണ്ടായിരുന്നു. അപ്പോൾ പൂരത്തിൻ്റെ ബാൻഡ് മേളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും ഞങ്ങൾ മുറ്റത്തൊക്കെ ഇറങ്ങി നിന്ന് അതൊക്കെ കണ്ടു. പിന്നെ അതിന് ശേഷം അതാ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ പെരുന്നാൾ. പിന്നെ കുറേ സംസാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ. ഇത് തറവാട്ടിലുണ്ടായ അടക്കപ്പഴം കേട്ടോ. അപ്പോൾ മാമ അത് പൊട്ടിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ, അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഇതാ വേല പൂവേ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയാൻ, എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റായിട്ട്. അപ്പോൾ അതാണ്. പിന്നെ അതിന് ശേഷം കുറേ സ്വീറ്റ്സും മിഠായികൾ എന്തൊക്കെയോ കൊണ്ടുവന്ന് തന്നിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ദൈറമോള് കണ്ടില്ലേ പൊരി വെച്ചിട്ട് അവൾ പ്രേതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഫോട്ടോ അവളത് എടുക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കണേ. ഫോണ് താഴെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റ് അവിടെ മേമാക്ക് മെഹന്തി ഇട്ട് കൊടുക്കുമായിരുന്നു. ഫസ്റ്റൊക്കെ കുഴപ്പമില്ലാതെ പൂവൊക്കെ വരച്ച് തുടങ്ങിയത്. പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും അത് മരവും വേലിയൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോഴേക്കൊക്കെ കൊളാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടോ, അതായത് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് എല്ലാവരും കൂടിയതല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. മറ്റേ ആ ആൺ പെൺ മൃഗം ആ കളിയില്ലേ, ആ കളി കേട്ടോ കളിച്ചത്. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായിട്ട്. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.